നമസ്കാരം. നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10-11 ദിവസങ്ങൾക്ക് ശേഷവും നമ്മൾ അനാഥത്വം പേറി നടക്കുക തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ജനവിധി മാനിച്ച് ജനഹിതം എന്താണോ അതുപോലെ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും എന്നൊക്കെയുള്ള ഗർവമായിരുന്നു ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യമുള്ളൂ, നിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രം ആവശ്യമുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ആര് ഭരിക്കണമെന്നുള്ളത്. അത് ഒരു പരിധിവരെയൊക്കെ ശരിയാണ്. പക്ഷേ നമുക്കൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇൻഫോർമസ്റ്റിക്കായിട്ട് വളരെ പ്ലസൻറ്റ് വേ ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പറയേണ്ടതും പ്രകടിപ്പിക്കേണ്ടതൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ റോളുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യത്തിനാണ് ഇവിടെ മറുപടി കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ജനഹിതം മാനിക്കും. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് വരുമ്പോൾ KC വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായി പാർട്ടിക്ക് വരും എന്നൊന്നല്ല പറഞ്ഞത്. സോഷ്യൽ മീഡിയ ആണോ അത് തീരുമാനിക്കുക. പിന്നെ PR വർക്ക് നടത്തിക്കുന്നു. PR വർക്ക് അല്ല, നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ് വോട്ട് ചെയ്തത്. ഈ പ്രാവശ്യം തന്നെ കോൺഗ്രസിൻ്റെ വോട്ടും അല്ല കൂടുതൽ കിട്ടിയിട്ടുള്ളത്, ഇടതുപക്ഷ വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷം ആഗ്രഹിച്ചത് VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അങ്ങനെ കാണുന്നത്. ഇനി മറിച്ച് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്ര കണ്ട് നല്ലത്, അവർ സ്വാഭാവികമായി SSCയും പ്രോഗ്രസ് റിപ്പോർട്ടും പഴയ പോലെ ഒന്നല്ല പഠിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. സോഷ്യൽ മീഡിയയിൽ തന്നെ അതിൽ കൂടെ മാത്രമല്ലേ മനുഷ്യന് സാധാരണ ജനങ്ങൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനൊന്നും PR വർക്കായിട്ടൊക്കെ കാണേണ്ടതില്ല. അത് ഒരു റെപ്ലിക്കയാണ്, ഹ്യൂമൻ ഫീലിങ്സിൻ്റെ റെപ്ലിക്ക തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ 6 months ഒബ്സർവ് ചെയ്തിട്ട്, 6 months ഒന്നും വേണ്ട, അതിനു മുന്നേ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് ജനങ്ങൾ വീണ്ടും വിധി നിർണ്ണയിക്കും. കാരണം എളുപ്പമൊന്നുമല്ല ഇനിയുള്ള കാലങ്ങളിൽ ഭരിക്കുക എന്നുള്ളത്. കാരണം എല്ലായിടത്തും പ്രതിസന്ധിയാണ്, ലോക ആകമാനം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു ഭാഗത്തുണ്ട്, യുദ്ധക്കെടുതികൾ വേറൊരു ഭാഗത്തുണ്ട്. അത് നമ്മളെ വളരെ വിപരീതമായി ബാധിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നമ്മുടെ ഖജനാവ് എത്ര കണ്ട് സുസ്ഥിരമാണോ അല്ലെങ്കിൽ ഭദ്രമാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതും നമ്മളെ ബാധിക്കും. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു നമ്മുടെ കരുതലോടെ ജീവിക്കാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും നല്ല നാളുകളൊന്നും ആയിരിക്കില്ല VD സതീശന് മുന്നിലുള്ളത്. പക്ഷെ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നന്നാവട്ടെ, നമുക്കും നല്ല ജീവിതം വേണമല്ലോ. സതീശനും ഭാഗ്യമുണ്ടെങ്കിൽ നന്നായി പോകാൻ, സതീശനും കേരള ജനതയ്ക്കും ഒരുപോലെ ഭാഗ്യമുണ്ടെങ്കിൽ നന്നായി പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും. കാരണം ഭരണം സുസ്ഥിരമാകുമ്പോഴല്ലേ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ, നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ടാവട്ടെ. പക്ഷെ സതീശന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും. കാരണം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അത് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അതിർത്തിയെ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ഡെമോക്രാറ്റിക്കായിട്ട് മനുഷ്യർക്ക് അതിർത്തി പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അദ്ദേഹം അച്ചടക്കമുള്ളൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചിലപ്പോൾ സഹകരിച്ചങ്ങോട്ട് മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിർത്തി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർക്കും അതിർത്തി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഈ ഗ്രൂപ്പൊന്നും അറിയണ്ട, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഈഗോ അറിയണ്ട. ഭരണം
നന്നായി ഭരിക്കണം, കാര്യക്ഷമമായ ഭരണം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഇതിനു മുന്നേ ഉള്ള ആൾക്കാരുടെ ഏകാധിപത്യ സ്വഭാവം കൊണ്ട് അവർക്കും നഷ്ടപ്പെട്ട് അവർ ഈ പറയുന്ന ആൾക്കാരെല്ലാം, ഈ നേതാക്കന്മാരെല്ലാം തന്നെ അവരുടെ വീട്ടിലേക്ക് ഉള്ളതൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കിപ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷി നിലനിൽക്കണമെന്നും ഒന്നും അവർക്ക് വലിയ നിർബന്ധമുണ്ടാവില്ല. കാരണം അവരുടെ ഇടങ്ങളൊക്കെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അധികാരം മാത്രമാണ്. ഒരു മുഖ്യമന്ത്രി പദവി, മറ്റേ പദവി, അങ്ങനത്തെ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും പാർട്ടി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കൺസേൺ ഒന്നും അല്ല എന്നുള്ളതാണ്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക്, പ്രവർത്തകർക്ക് ഇതൊക്കെ വലിയ കൺസേണാണ്. അവർക്ക് ഇൻ്റഗ്രിറ്റിയുള്ള പ്രവർത്തകർക്കും ഇൻ്റഗ്രിറ്റിയുള്ള മനുഷ്യർക്കും ഇത് വലിയ കൺസേണാണ്. അതുകൊണ്ട് നല്ല ഭരണം തന്നെയാണ് നാം വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പക്ഷെ ഇതിനെതിരെ ഒരുപിടി തരത്തിൽ ക്രിറ്റിസിസം പല തരത്തിലും, പല ഇടങ്ങളിലും, പല കോണുകളിൽ നിന്നും, പല ഡയമെൻഷനിലും വി ഡി സതീശനെതിരെ ക്രിറ്റിസിസം വരുന്നുണ്ട്. കാരണം അടുത്ത ടെന്യൂർ ആകുമ്പോഴേക്കും BJPക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ ഉതുകി വി ഡി സതീശൻ്റെ സമീപനം. കാരണം മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് ഇദ്ദേഹത്തിന് വി ഡി സതീശൻ തന്നെ വേണം എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിനൊക്കെ വഴിപ്പെട്ടു കേരളം. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ നമുക്ക് അത്യാവശ്യമാണ് എന്ന രീതിയിലൊരു വിമർശനം ഇവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് ആക്കുകയായിരിക്കാം ചിലപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിമർശനം. വി ഡി സതീശൻ വേണം എന്നുള്ളത് മറ്റ് സമുദായക്കാരെ തന്നെയൊന്നും അദ്ദേഹം നിരങ്ങാൻ പോയിട്ടില്ല. അദ്ദേഹം സെക്യുലറായിട്ട് തന്നെ നിന്നിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ, വി ഡി സതീശനെ കോർണർ ചെയ്യാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ സാധ്യതയുണ്ടാവാം. കാരണം പ്രവർത്തകർക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സാമുദായികമായിട്ടുള്ളൊരു സ്പർദ്ധയൊന്നുമില്ല, ഒരു പോളറൈസേഷനും ഇല്ല. പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ട് അതിനെ ആ എരുതിയിൽ എണ്ണൊഴിക്കാൻ നേതാക്കന്മാർ തന്നെ ഒരു പക്ഷേ ഇയാൾ ഒതുക്കാൻ വേണ്ടി അങ്ങനെ ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പാർട്ടി ഇല്ലാതായി, പാർട്ടി പറയുന്നതിനെ മറികടന്ന് ഒരു ഡിസിഷൻ വന്നപ്പോൾ പിന്നെ പാർട്ടിയുടെ പ്രസക്തി എന്താ, പാർട്ടി ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ തന്നെ ചിലരൊക്കെ പറയുന്നതായി ഞാൻ കേട്ടുന്നത്. പാർട്ടി എന്നാൽ ജനഹിതമാണ്. പാർട്ടിക്ക് തോന്നുന്നത് ചെയ്യുന്നത് ഇനിയുള്ള ആധുനിക സമൂഹത്തിൽ പറ്റില്ല. ജനം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനാണ് പാർട്ടി. അപ്പോൾ ഇനിയെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന കക്ഷിയോട് പറയാനുള്ളത്, അടുത്ത തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോഴെങ്കിലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രി അതൊരു A പ്ലാനും B പ്ലാനും C പ്ലാനും വെച്ച് തന്നെ ഉയർത്തി വെച്ചുകൊണ്ട് തന്നെ, ഇൻ കേസ് ആ കക്ഷി ആ വ്യക്തി തോൽക്കുകയാണെങ്കിൽ ബദലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് അതും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് വേണം ഇലക്ഷനെ സമീപിക്കാൻ. ജനാധിപത്യമാണ്. അതിൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന ആൾക്കാരെല്ലാം ഭരിക്കുന്നത്. ജനം ആഗ്രഹിക്കുന്നു ഇന്ന ആൾ മുഖ്യമന്ത്രിയായി ഞങ്ങൾക്ക് വേണം എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ജനം അത് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇത് വളരെ ജനങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ് കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ പാർട്ടി തീരുമാനിക്കുന്ന ആൾക്കാരെ നൂലുമെന്ന് കെട്ടിയെന്നുള്ളിച്ചാലൊന്നും ഇനി ഇവിടെ പറ്റില്ല. ഈ ഒരു കക്ഷിയുടെ ഇൻ്റഗ്രിറ്റിയെ ജനം അസസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ആൾ തന്നെ നമുക്ക് മുഖ്യമന്ത്രിയായി വേണം എന്നുള്ളത് ജനത്തിന് നിർബന്ധമുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ വീണ ജോർജിനെ നിർത്തുമ്പോൾ തന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചിരുന്നു വീണ ജോർജ് എന്നൊരു കാൻഡിഡേറ്റ് വേണ്ട, വീണ ജോർജ് എന്നുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. ഈ പ്രാവശ്യം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണെങ്കിൽ പിണറായി വിജയനോടുള്ള വെറുപ്പുകൊണ്ട് ഇടതുപക്ഷക്കാരും മാറ്റി കുത്തും. ശൈലജ ടീച്ചർ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ
പാർട്ടിക്ക് ജനകീയ മുഖം തിരിച്ചു കിട്ടുമായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇടതുപക്ഷം ഇവിടുന്ന് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വാനിഷ് ആവാൻ കാരണം. അതുകൊണ്ട് സതീശനെ കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷ വോട്ടും കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിമേലിൽ ഈ വന്ന കാലവിളംബം എത്ര ഫയൽസ് കെട്ടിക്കിടന്നു, സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാനുള്ള എത്ര ഫയൽസാണ്, എത്ര ആൾക്കാരുടെ ജീവിതമാണ് ആ ഫയല്, എത്ര നഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായി. ഇതിന് കോൺഗ്രസ് പാർട്ടി മറുപടി പറഞ്ഞേ പറ്റൂ. ഇത്ര കാലവിളംബം ഒന്നും പാടില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് ഈ 5-6 മാസമായിട്ട് തന്നെ ഭരണം മെല്ലെപ്പൊക്കാണ്. കാവൽ മന്ത്രിസഭയും കാവൽ മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം വരുത്തിയതിൽ ജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിച്ച് പാർട്ടിക്ക് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. UDF നല്ല ഭരണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.